നമുക്കിന്ന് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശബ്ദം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ തിരിച്ചു കിട്ടിയ കഥ നോക്കാം. ആദ്യമായിട്ട് ചെമ്പൈ ഗുരുവായൂർ ഏകാദശി 1907 ഗുരുവായൂർ ഏകാദശിക്കാണ് ഗുരുവായൂരിൽ പോയിട്ട് കച്ചേരി നടത്തുന്നത്. അതിനുശേഷം തുടർച്ചയായി അദ്ദേഹം ഏകാദശി ദിവസം ഗുരുവായൂരിൽ വന്നിട്ട് കച്ചേരി നടത്താറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ 1952 ഒരു ഏകാദശി ദിവസം അദ്ദേഹം കോഴിക്കോട് സാമൂതിരി കോവിലകത്തായിരുന്നു. അന്നത്തെ കച്ചേരി കോഴിക്കോട് സാമൂതിരി കോവിലകത്തായിരുന്നു. അപ്പോൾ കച്ചേരി തുടങ്ങാൻ നേരത്ത് അദ്ദേഹത്തിന് ശബ്ദം പുറത്തു വരുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് അദ്ദേഹത്തിനത് മനസ്സിലായത് ഏകാദശിയാണെന്നും. എത്രയും പെട്ടെന്ന് അതിനുശേഷം അദ്ദേഹം ഗുരുവായൂരിലേക്ക് തിരിച്ചുപോയി ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ തീരുമാനം എന്നോണം അവിടെ വൈദ്യമഠം വലിയ നാരായണൻ നമ്പൂതിരി ആ സമയം അമ്പലത്തിലുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ചെമ്പൈയെ മനയിലേക്ക് കൊണ്ടുപോയിട്ട് ഏകദേശം 10 ദിവസത്തോളം ചികിത്സിച്ചു. അങ്ങനെ ചികിത്സ കഴിഞ്ഞ് ചെമ്പൈ വൈദ്യനാഥ ഭഗവതർക്ക് തൻ്റെ ശബ്ദം തിരിച്ചു കിട്ടി. പിന്നെ ഗുരുവായൂരപ്പന് നന്ദി പറഞ്ഞ് പിന്നീട് അങ്ങോട്ടും മുടക്കം കൂടാണ്ട് ഏകാദശിക്ക് ചെമ്പൈ സംഗീത കച്ചേരി നടത്തിയിരുന്നു.